എളുപ്പത്തിലുള്ളൊരു കുക്കർ എഗ്ഗ് ബിരിയാണിയാണ്. നമുക്ക് വേണ്ട സാധനങ്ങൾ അരി, ഞാൻ 2 ഗ്ലാസ് അരി എടുത്തേക്കുന്നത്. പിന്നെ സവാള, 1 സവാള, 2 തക്കാളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മല്ലി ഇല, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, 2 മുട്ട. പിന്നെ മസാലയ്ക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ബിരിയാണി മസാല, അല്ലെങ്കിൽ ചിക്കൻ മസാല. നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് പട്ടയും ഗ്രാമ്പും ഇടുന്നുണ്ട്. ബേ ലീഫൊക്കെ ഉണ്ട് ഇട്ടാൽ. കുറച്ച് ജീരകം. നമുക്കിതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെ. പെരുംജീരകം ഇഷ്ടമുള്ളവർക്ക് പെരുംജീരകം ഇടാം. സാധാരണ ജീരകമാണ് ഇട്ടത്. പിന്നെ ഇഞ്ചി, ഇതിലേക്ക് സവാള ഇടാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് പോലെ കേട്ടോ. ചിലർക്ക് ഇപ്പം കുറച്ച് ഇഞ്ചിയുടെ ടേസ്റ്റ് വന്നിട്ട് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ഉണ്ടാവും. അതിലേക്ക് അളവ് കൂട്ടി കുറച്ച് ഉള്ളി നന്നായി വഴന്നിട്ടുണ്ട്. തക്കാളി ഇടാം. ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇത് നമ്മൾ എന്തായാലും അരിയോടൊപ്പം ഒന്ന് വിസിലിട്ട് എടുക്കണം. അതിൽ കുറച്ച് ഇടാം. ഇനി നമുക്ക് മസാലകളിടാം. മസാലകളിടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ കണക്കനുസരിച്ച്. പിന്നെ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. കുറച്ച് ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാല. പൊടികളിടുമ്പോൾ ഒന്ന് സിമ്മാക്കുന്ന നല്ലതായിരിക്കും. ഓക്കെ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടുക. ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് കണക്കാക്കുന്നത്. ഞാൻ 2 ഗ്ലാസ് അരി എടുത്തു. ഒരു 3 ഗ്ലാസ് വെള്ളം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് പാകം നോക്കാം. അതിലേക്ക് നമ്മൾ അരി ഇടാം. 2 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകിയെടുത്തതാണ്.
ഇതിലേക്ക് നമുക്ക് മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. മുട്ട നമ്മളിങ്ങനെ കുക്കറിലേക്ക് ഇടുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വേവിക്കേണ്ട, ഒരു 3/4 വേവിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ബിരിയാണി റെഡി.